നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇങ്ങനെ ഒരു ഓൺലൈൻ തട്ടകത്തിൽ ഇത്രയും സജ്ജനങ്ങൾ ഒത്തുകൂടിയത് നല്ലൊരു വിഷയമാണ്. ഇവിടെ ഒരു ഗീതാ പഠനമാണ് ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പന്തളത്തില് പ്രചരണ കേന്ദ്രം നടത്തി വരുന്ന നമ്മുടെ മുരളി പ്രഭുവും മാതാജിയും മറ്റും അംഗങ്ങളും കുറച്ചും കൂടെ ഗീത ആഴത്തിൽ എല്ലാവരും പഠിക്കണം, അത് അവരുടെ ജീവിതത്തിൽ ഫലപ്രദമാകണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഈ ഒരു പരിപാടി നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഭഗവത്ഗീത ഇതിന് ഇന്ന് ഭൂമിയിൽ 800-ൽ പരം ഭാഷ്യങ്ങളുണ്ട്. ഗീത ഒരു തവണ കൃഷ്ണ ഭഗവാൻ സംസാരിച്ചുവെങ്കിലും, അർജുനന്റെ അടുത്ത് ഒറ്റ തവണ ഭഗവാൻ പറഞ്ഞു കൊടുത്തെങ്കിലും 800-ൽ പരം വ്യക്തികളാണ് ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ഇത് ഒരു ദൗർഭാഗ്യം എന്ന് തന്നെ പറയാം. കാരണം ചില ഗീത വായിച്ചു കഴിഞ്ഞാല് ദൈവമില്ല, ചിലരുടെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ സർവ്വതും ദൈവമാണ്, മറ്റു ചില വ്യാഖ്യാനം വായിച്ചാൽ നമ്മൾ തന്നെ ദൈവമാണ്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സങ്കല്പം അനുസരിച്ച് ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാമി പ്രഭുപാദർ, ശ്രീല പ്രഭുപാദർ എന്ത് ചെയ്തു, യഥാരൂപം എന്ന് ആ വ്യാഖ്യാനം, ആ ഗീതയ്ക്ക് പേര് അങ്ങനെ കൊടുത്തു, ഭഗവത്ഗീത യഥാരൂപം. അതിന്റെ അർത്ഥം കയ്യിൽ നിന്നിട്ട് ഒന്നും ചേർത്തിട്ടില്ല, മറ്റു ഊഹാഭോഗങ്ങളോ അല്ലെങ്കിൽ പല വ്യക്തിഗത ചിന്തകളോ ഒന്നും അതിൽ ചേർത്തിട്ടില്ല. കൃഷ്ണ ഭഗവാൻ എന്താണോ അർജുനന് പറഞ്ഞു കൊടുത്തത് അത് മാത്രം ആചാര്യ പരമ്പര വഴി രചിച്ചത്. അതുകൊണ്ടാണ് യഥാരൂപം എന്ന പേര്. ശരിക്കും ഭഗവത്ഗീതയില് എല്ലാ തരത്തിലുള്ള അറിവുമുണ്ട്. അതായത് സാമൂഹിക ജീവിതത്തിന്റെ അറിവ് വരെ ഉണ്ട്. എങ്ങനെ ഒരു കുടുംബം നയിക്കാം, എങ്ങനെ സന്തോഷത്തോടൊരു കുടുംബത്തിൽ കഴിയാം, മനുഷ്യന്റെ ജീവിതം എങ്ങനെ വിജയകരമാക്കി മാറ്റാം, ഇങ്ങനെ സാമൂഹിക തലത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ മതപരമായ കാര്യങ്ങൾ, പിതൃപൂജ എന്താണ്, മറ്റ് കർമ്മപരമായ ചടങ്ങുകൾ എന്താണ്, മതപരമായ കാര്യങ്ങളും പറയുന്നു. സർവോപരി ആധ്യാത്മികത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം, ഇപ്പൊ സാധാരണക്കാർക്ക് എന്താ പറയാ, ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കണം, അതിനെക്കുറിച്ച് വരെ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, നമ്മളിൽ പലർക്കും ഓർമ്മപ്പിശക് ഉണ്ടാകാറുണ്ട്, പലർക്കും ഓർമ്മ കുറവുണ്ട്. ദിവസം താക്കോൽ എവിടെ വെച്ചു, പേഴ്സ് എവിടെ വെച്ചു, ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ ഗീതയിൽ പറയുന്നു, ഈ ഓർമ്മപ്പിശക് ഉണ്ടാവാൻ കാരണം അമിതമായ ദേഷ്യം. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. അമിതമായ ദേഷ്യമുള്ള ഒരാൾക്ക് ഓർമ്മപ്പിശക് ഉണ്ടാക്കും. അപ്പൊ കലികാലത്തിൽ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഓർമ്മപ്പിശക് കൂടുതലെന്ന്, ദേഷ്യം കൂടുന്നതുകൊണ്ട്. ഇങ്ങനെ സാധാരണക്കാർക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങളും ഗീതയിൽ പറയുന്നുണ്ട്. പിന്നെ മതപരമായ കാര്യങ്ങൾ,
ദേവഗണങ്ങളെ പൂജിച്ചാൽ ദേവന്മാരെടുത്ത് ചെല്ലും. ഭൂതപ്രേത പിശാചുക്കളെ പൂജിച്ചാൽ അവരെടുത്ത് പോകും. മനുഷ്യരെ പൂജിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരും. 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഭഗവാൻ ഇതെല്ലാം മനസ്സിലാക്കി കലികാലത്തിൽ ജനങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ സിനിമാ നക്ഷത്രങ്ങളെ പൂജിക്കുന്നവരുണ്ട്, നടന്മാരെ പൂജിക്കും, പിന്നെ സ്പോർട്സ് സ്റ്റാർസിനെ പൂജിക്കുന്നവരുണ്ട്, അല്ലെ? ഇന്ത്യ മുഴുവനും ഇപ്പോ കഴിഞ്ഞ ആഴ്ച അർജന്റീന മെസ്സി മെസ്സി എന്ന് പറഞ്ഞ് മെസ്സിയെ പൂജിച്ചു. കഴിഞ്ഞ ആഴ്ച മുഴുവനും മനുഷ്യരെ പൂജിക്കുന്നവരുണ്ട്, ഭൂതപ്രേത പിശാചുക്കളെ പൂജിക്കുന്നവരുണ്ട്. അപ്പൊ മതപരമായ കാര്യങ്ങൾ അതിനെക്കുറിച്ചും ഭഗവത്ഗീത പറയുന്നു. പിന്നെ ആധ്യാത്മികതയെക്കുറിച്ചും ഭഗവത്ഗീത പറയുന്നു. അപ്പൊ ഏത് മാനസിക അവസ്ഥയുള്ള ഒരാൾക്കും ഗീതയെ സമീപിച്ച് അവിടെ ഇരുന്ന് അവരുടെ ജീവിതം തുടങ്ങാൻ സാധിക്കും. അപ്പോ ഭഗവത്ഗീത വളരെ വളരെ അത്യാവശ്യം. ഇപ്പൊ ഒരാൾ ഭക്തനായില്ലെങ്കിൽ പോലും അവന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഗീത ഉപയോഗപ്രദമായിരിക്കും. എന്നാൽ ഗീതയിൽ 5 വിഷയമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. 5 വിഷയം. ഒന്ന്, ഞാനാരാ. രണ്ടാമത്തത് ഈശ്വരനാരാ. മൂന്നാമത്തത് പ്രകൃതി എന്താണ്. 4 കാലം എന്താണ്. 5 കർമ്മം എന്താണ്. വ്യാപകമായിട്ട് ഈ 5 വിഷയങ്ങളാണ് ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഞാനാരാ, ഈശ്വരനാരാ, പ്രകൃതി, കാലം, കർമ്മം. ഈ 5 വിഷയങ്ങൾ. കാരണം ഈ 5 വിഷയങ്ങളും നമുക്ക് അത്യാവശ്യമാണ് മനസ്സിലാക്കേണ്ടത്. ആ 5-ൽ ആദ്യത്തെ 2 വിഷയം ഞാനാരാ, ഈശ്വരനാരാ. പിന്നെ ഞാൻ ഈശ്വരന്റെ അടുത്ത് എങ്ങനെ എത്തിച്ചേരും, അതിന് പല മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം. ഇങ്ങനെ ഈശ്വരന്റെ അടുത്ത് എത്താൻ പല മാർഗങ്ങളും ഗീത ഉപദേശിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ പറയാം. ഗീതയിൽ 5 വിഷയങ്ങളാണ് പ്രധാനം. ഞാനാരാ, ഈശ്വരനാരാണ്, കാലം എന്താണ്, കർമ്മം എന്താണ്, പ്രകൃതി എന്താണ്. ഈ 5 വിഷയം. പിന്നെ ആ ഈശ്വരന്റെ അടുത്ത് പോകാനുള്ള മാർഗം. അപ്പൊ ഒരു മനുഷ്യന്, സാധാരണ മനുഷ്യന് തോന്നാം, ഇതൊക്കെ ഇന്ന് കാലത്ത് ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ആൾക്കാർക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഇന്ന് കാലത്ത് വളരെ വളരെ അത്യാവശ്യമുള്ള വിഷയങ്ങളാണ് ഇവയെല്ലാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനേകം പ്രശ്നങ്ങളും ഇല്ലാണ്ടാകും. അപ്പൊ ആദ്യത്തെ വിഷയം ഞാനാണ്. അപ്പോ ഇത് വളരെ അത്യാവശ്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ ആരാ എന്ന് മനസ്സിലാക്കാൻ. ഉദാഹരണം, വളരെ ലോകപ്രസിദ്ധനായ ഒരു തത്വശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു 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 ഫിലോസഫർ, ചിന്താഗതി ഉള്ള ഒരാളാണ് സോക്രട്ടീസ് എന്ന് പറയുന്നത്. ഈ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പാശ്ചാത്യ ലോകത്ത് വലിയ ഒരു ഫിലോസഫർ, അയാൾ സോക്രട്ടീസ്. അപ്പൊ അദ്ദേഹം ഒരുപാട് ദൈവത്തിനെ കുറിച്ചും നമ്മളെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കും. അവസാനം രാജാക്കന്മാർ അദ്ദേഹത്തിനെ ബന്ധിച്ചു, അറസ്റ്റ് ചെയ്തു. തീരുമാനത്തിലെത്തി, ഇനി ഇയാളെ കൊന്നാലേ മതിയാകും, കൊല്ലണം എന്ന് തീരുമാനത്തിലെത്തി. കൊല്ലണമെന്ന് തീരുമാനത്തിലെത്തി എന്ത് ചെയ്തു? വളരെ വീര്യം കൂടിയ വിഷം ഒരു പാത്രത്തിൽ കൊടുത്തു. അതിന് സോക്രട്ടീസിന്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞു, കൊല്ലാനായിട്ട്. അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, ആ വിഷപാത്രവും കയ്യിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ശരീരത്തിനെ ബന്ധിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നല്ല ഒരു ചിന്തയാ അദ്ദേഹം പറഞ്ഞത്.
നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ശരീരത്തിനെ ബന്ധിക്കാനേ സാധിക്കുള്ളൂ, അറസ്റ്റ് ചെയ്യാൻ. എൻ്റെ ശരീരത്തിനെ അറസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ആത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് വിഷയത്തിന്റെ ഉത്തരം അതാണ്. നമ്മൾ ആത്മാവാണ്. പഴയ ഒരു മലയാളം പാട്ടുണ്ട്. ആത്മാവിനീ ഭൂമി സ്വന്തമല്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുണ്ട്, പരമാത്മാവുമായൊരു ആത്മബന്ധം. ആത്മാവിന് ഈ ഭൂമി സ്വന്തമല്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. നമ്മളെല്ലാവരും 70 കൊല്ലം 80 കൊല്ലം എന്ന് പറഞ്ഞ് വാടകയ്ക്ക് വന്നിരിക്കുക. ഈ ദേഹം നമുക്ക് വാടകയ്ക്ക് കിട്ടിയതാണ്. 70-80 കൊല്ലത്തേക്ക് നമുക്ക് വാടകയ്ക്ക് കിട്ടി. ആ സമയം കഴിയുമ്പോൾ ഇത് തിരിച്ചു കൊടുത്തിട്ട് പോകേണ്ടി വരും, എല്ലാവരും പോകേണ്ടി വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പുസ്തക വിതരണത്തിന് പോകും. ഈ ട്രെയിനിൽ ബുക്ക് വിൽക്കാൻ പോകും. ഭഗവത്ഗീത ഇതൊക്കെ എല്ലാരെയും കണ്ടു വിൽക്കും. അപ്പൊ എപ്പോഴും ക്രിസ്ത്യാനിയായ ഒരു കണ്ണ് കാണാത്ത ഒരു അന്ധൻ ട്രെയിനിൽ ഭിക്ഷ എടുക്കാൻ വരും. പുള്ളി എപ്പോഴും ഒരു പാട്ട് പാടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ക്രിസ്ത്യാനികളുടെ പാട്ടാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൾ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അതിലൊരു വരി, നിന്റെ വാസം ഇവിടെയല്ല. ആ പാട്ടിലൊരു വരി വരിക, നിന്റെ വാസം ഇവിടെയല്ല, ഇവിടെ നീ ഒരു പരദേശിയാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ ലോകത്തിരുന്ന് ഇവിടെ വന്നവരാണ്. കുറച്ചു കാലത്തേക്ക് ഈ ശരീരം വാടകയ്ക്ക് എടുത്തിട്ട് വന്നവരാണ്. ആ സമയം, ആ കാലം കഴിയുമ്പോൾ നമുക്ക് ഈ ശരീരം കൊടുത്തിട്ട് തിരിച്ചു പോകണം. മരണം എന്ന് പറയുമ്പോൾ നമ്മളെ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂടെ വരില്ല, പണം സമ്പത്ത് നമ്മുടെ കൂടെ വരില്ല, ഇതൊന്നും നമ്മുടെ കൂടെ വരില്ല. ആത്മാവ് മാത്രം താൻ ചെയ്ത പാപപുണ്യവും എടുത്തുകൊണ്ട് യാത്ര ചെയ്യും. ഫസ്റ്റ് 5 വിഷയം ഒരിക്കൽ കൂടെ പറയാം. ഗീതയിൽ 5 വിഷയം. ആദ്യത്തെ വിഷയം ഞാനാരാ, രണ്ടാമത്തെ വിഷയം ഭഗവാനാരാ, ഈശ്വരനാരാ, മൂന്നാമത്തെ വിഷയം പ്രകൃതി, 4 കാലം, 5 കാലം. അപ്പൊ ആദ്യത്തെ വിഷയമാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും മനസ്സിലായി കഴിഞ്ഞാല് പിന്നെ ആ മനുഷ്യന് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടി വരില്ല. ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഞാനിത് വാടകയ്ക്കെടുത്തിരിക്കുക. ഇപ്പൊ നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കും. ആരെങ്കിലും വന്നിട്ട്, അയ്യേ ഈ വീടിന്റെ പെയിന്റ് കൊള്ളത്തില്ല, വാതിൽ വെച്ചത് കൊള്ളില്ല, ഈ വീട് മൊത്തം കുഴപ്പമാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. എന്തുകൊണ്ടാ? അത് നമ്മുടെ വീടല്ല, ആരുടെയോ വീടാ. അതുകൊണ്ട് ആ വീട്ടിന് എന്തെങ്കിലും പൊട്ടി വീണാലോ ഒന്നും നമുക്ക് ബാധകമല്ല. പെട്ടെന്ന് കൂര പൊട്ടി, നമ്മൾ എന്ത് ചെയ്യും? ഉടമസ്ഥനെ വിളിച്ചു പറയും, കൂര പൊട്ടി, വെള്ളം വരുന്നു, പെട്ടെന്ന് വന്ന് ശരിയാക്കും. നമുക്കത് വിഷമമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ വീടല്ല. അതേപോലെ 70 വർഷത്തേക്കോ 80 വർഷത്തേക്കോ എനിക്ക് വാടകയ്ക്ക് കിട്ടിയതാണ് ഈ ശരീരം. ആ 70-80 വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്തിട്ട് പോകണം, ഭൂമിയോട് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ശരീരമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്തിനാ വിഷമം, അല്ലേ? വിഷമിക്കേണ്ട കാര്യമല്ല. പക്ഷെ ഈ ലോകം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ലോകം നമ്മളെ ശരീരമായിട്ടാ ചിന്തിക്കണേ. അയാളെ കണ്ടില്ലേ കറുത്തിരിക്കുന്നു, അയാളെ കണ്ടില്ലേ ബുദ്ധിയില്ല, അവനെ കണ്ടില്ലേ പൊക്കോ ഇല്ല, കുള്ളനാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം വരും. എന്തുകൊണ്ടാ? ഞാൻ ഈ ശരീരം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഈ ശരീരമല്ല. നമ്മുടെ സമ്പ്രദായത്തിൽ അല്ലെങ്കിലും വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഉദാഹരണം, നല്ലൊരു ഉദാഹരണമാണ്. അദ്ദേഹം 1920-ലോ 1930-ലോ കൽക്കട്ടയിൽ പ്രസംഗത്തിനായി വന്നു.
വലിയൊരു വേദിയിൽ പ്രസംഗത്തിനായി ഒരുക്കിയിരിക്കുകയാണ്. സംഘാടകരൊക്കെ വലിയ ധനാഢ്യന്മാരാ, പൈസക്കാരാ, വലിയൊരു പ്രഭാഷണം. അപ്പൊ ഇവരാരും വിവേകാനന്ദ സ്വാമിയും ഇതിനു മുമ്പേ കണ്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. കാരണം അന്ന് ഈ ഫോട്ടോയും വാട്സാപ്പും മീഡിയ ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ട് ആളെ കേട്ട അറിവേ ഉള്ളൂ, പക്ഷെ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ സംസാരിക്കാൻ പോകുന്ന ആ വലിയ ഇത് ഹാളിന്റെ ഫ്രണ്ടില് സംഘാടകരെല്ലാം മാലയും പിടിച്ചോണ്ടിരിക്കുക വിവേകാനന്ദ സ്വാമിയെ കാത്ത്. എല്ലാരും അവിടെ ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ വിവേകാനന്ദ സ്വാമി എന്ത് ചെയ്തു? ഒരു സൈക്കിളിൽ പതുക്കെ സൈക്കിളും ചവിട്ടി സാധാരണഗതിയിൽ ആ ഹാളിന്റെ ഫ്രണ്ടിൽ വന്നു. ഉടനെ അവിടത്തെ കാവൽക്കാരൻ പറഞ്ഞു, മാറിപ്പോ, ഇവിടെ വലിയൊരാള് വരുന്നുണ്ട്, അദ്ദേഹം പ്രസംഗിക്കാൻ വരിക, വലിയൊരു സ്വാമിജി വരുന്നുണ്ട്, മാറിപ്പോ, വഴി മറയ്ക്കല്ലേ എന്ന് പറഞ്ഞ് സൈക്കിളിൽ വന്ന വിവേകാനന്ദ സ്വാമിയെ ഓട്ടിച്ചു വിട്ടു. അദ്ദേഹമാണ് ആള്, ഓട്ടിച്ചു വിട്ടു. ഇവരെല്ലാം മാറി പിടിച്ചോണ്ടിരിക്കുക, ആളെ കണ്ടിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വലിയ കാർ വന്നു. അപ്പൊ ഉടനെ ഇവരെല്ലാം അതാ വിവേകാനന്ദ സ്വാമി വന്നു, എല്ലാം കാറിന് വഴി കൊടുത്തു, അകത്ത് ചെന്നു. കാറിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോ ആളിരിക്കുന്ന സീറ്റില് തൊപ്പി, കോട്ട്, പാന്റ്, ഷൂ ഇത് മാത്രമേ ഉള്ളൂ. ഉടനെ അവർ ഡ്രൈവർ എടുത്ത് ചോദിച്ചു, വിവേകാനന്ദ സ്വാമി എന്താ, എവിടെ പോയി? ഉടനെ ഡ്രൈവർ പറഞ്ഞു, കുറച്ചു നേരം മുമ്പേ സ്വാമിജി ഇവിടെ വന്നു, സൈക്കിളിൽ വന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് വഴി മറയ്ക്കുകയാണെന്ന് പറഞ്ഞ് ഓട്ടിച്ചു വിട്ടു. ഇപ്പൊ അദ്ദേഹം കോട്ടും, അതായത് നിങ്ങൾ വിലയിരുത്തുന്നത് വ്യക്തിയെ അല്ല, ആ വ്യക്തിയുടെ വസ്ത്രത്തിനെ. അതൊരു മഹാതെറ്റ. അതേപോലെ തന്നെ കലികാലത്തിൽ നമ്മൾ വിലയിരുത്തുന്നത് ഇതിനകത്തുള്ള ജീവനെ അല്ല, ഈ ശരീരത്തിനെയാ. കാരണം ഞാൻ ശരീരം എന്ന് വിശ്വസിക്കും. ബുദ്ധൻ ഒരു ഗ്രാമത്തിൽ ചെന്നു. ഉടനെ അവിടെ കുറെ പേര് ബുദ്ധനെ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു. രണ്ടാമത്തെ ഗ്രാമത്തിൽ ചെന്നു, എല്ലാവരും ബുദ്ധനെ അപമാനിച്ചു. മൂന്നാമത്തെ ഒരു ഗ്രാമത്തിൽ പോയി, അവർ മധുരപലഹാരം കൊണ്ടുവന്ന് കൊടുത്തു. ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല, വേണ്ട. വൈകുന്നേരമായപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ആദ്യത്തെ ഗ്രാമത്തിൽ അങ്ങേ സ്വീകരിച്ചു, രണ്ടാമത്തെ ഗ്രാമത്തിൽ എല്ലാരും അപമാനിച്ചു, അതെന്താ? അങ്ങ് മുഖത്തിൽ യാതൊരു ഭേദമില്ല, വ്യത്യാസമില്ല, അങ്ങ് ശാന്തി സമാധാനത്തോടെ ഇരുന്നല്ലോ. അപ്പൊ ബുദ്ധൻ പറഞ്ഞു, എനിക്ക് മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ശിഷ്യന്മാര് പറഞ്ഞു, അല്ല, അത് നടന്നത് മൂന്നാമത്തെ ഗ്രാമത്തിലാ, മധുരം വേണ്ടെന്ന് പറഞ്ഞു മൂന്നാമത്തെ ഗ്രാമത്തിൽ. രണ്ടാമത്തെ ഗ്രാമത്തിൽ അവരെല്ലാം അങ്ങേ അപമാനിച്ചല്ലോ, അപ്പോഴും ചിരിച്ചോണ്ടല്ലേ ഇരുന്നത്. ഉടനെ ബുദ്ധൻ പറഞ്ഞു, എനിക്ക് മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ശിഷ്യന്മാര് പറഞ്ഞു, ഗുരുദേവ, അതല്ല, അങ്ങ് പറയണത് മൂന്നാമത്തെ ഗ്രാമത്തിന്റെ കാര്യം, ഞങ്ങൾ പറയണത് രണ്ടാമത്തെ ഗ്രാമം. ബുദ്ധൻ പറഞ്ഞു, അത് തന്നെയാ, ആദ്യത്തെ ഗ്രാമത്തിൽ എന്നെ അവര് സ്വീകരിച്ചു, സൽക്കരിച്ചു, അതെല്ലാം ഈ ശരീരത്തിനോടാ, എനിക്കൊന്നും വേണ്ട. രണ്ടാമത്തെ ഗ്രാമത്തിൽ അവർ അപമാനിച്ചു, അതും എനിക്ക് വേണ്ട, ഞാൻ എടുത്തില്ല. മൂന്നാമത്തെ ഗ്രാമത്തിൽ മധുരം തന്നു, അതും ഞാൻ എടുത്തില്ല. അപ്പൊ നമ്മള് ഈ ശരീരമല്ല, ഇതിനകത്ത് കുടികൊള്ളുന്ന ജീവനാണ്. ഒരു ദിവസം ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും എന്ന പൂർണ്ണ ബോധമുണ്ടെങ്കിൽ നമ്മൾ ആര് എന്ത് വഴക്ക് പറഞ്ഞാലും നമുക്ക് വിഷമം തരും. ഇപ്പൊ എന്നെ നോക്കി ഒരാള് എടാ പട്ടി എന്ന് വിളിച്ചാൽ ഉടനെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. ശരിക്കും നമ്മൾ പട്ടിയാണോ? അല്ല, പിന്നെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഈ സാക്ഷാത്കാരം വരാൻ സമയമെടുക്കും. ഭഗവത്ഗീതയിൽ അതിസുന്ദരമായ പാഠങ്ങളാണ്. ദേഷ്യം എങ്ങനെ കുറയ്ക്കണം, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, ഞാൻ ശരീരമല്ല എന്ന് എങ്ങനെ സാക്ഷാത്കരിക്കണം, ദൈവം ആരാണെന്ന് എങ്ങനെ കണ്ടെത്തണം. അപ്പോ ഇവിടെ നമ്മൾ ഈ പന്തളം സത്സംഗത്തില് ഇതൊരു നല്ലൊരു പദ്ധതിയാണ്. വീട്ടിലിരുന്ന സ്ഥലത്ത് തന്നെ ഒരു അരമണിക്കൂർ ഈ സാധനം ഓൺ ചെയ്ത് വെക്കുക, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ ഓരോരുത്തരും വന്ന് ഗീതയുടെ കാര്യങ്ങളും അവരെ സാക്ഷാത്കാര അറിവും പങ്കുവെക്കുമ്പോൾ നമ്മളെ അത് ആത്മീകമായി ഒരുപാട് ഉയർത്തും.
ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് രഥയാത്ര കഴിഞ്ഞു. രഥയാത്രയുടെ മഹിമ എന്താണെന്ന് വെച്ചാല് 365 ദിവസം ഭക്തജനങ്ങൾ ഭഗവാനെ കാണാൻ അമ്പലത്തിൽ തൊഴാൻ പോകും. ഒരു ദിവസം ഭഗവാൻ അമ്പലത്തിന്റെ പുറത്ത് വരും തന്റെ ഭക്തന്മാരെ കാണാൻ. അതേപോലെ ഞായറാഴ്ച സത്സംഗിൽ നമ്മൾ അങ്ങോട്ട് പോയി പങ്കെടുക്കണം. ഈ ഓൺലൈനിൽ ഗീത നമ്മളെ വീട്ടിൽ വന്ന് നമുക്ക് അനുഗ്രഹം തരും. ഇരുന്ന സ്ഥലത്ത് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. ഇന്ന് തന്നെ 10-100 പേര് ഇതിനകത്തുണ്ട്. ആരും ഉത്സാഹം കുറയാതെ ആഴ്ചതോറും ഇതിൽ പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് നമുക്ക് അറിവുകൾ നേടാൻ പറ്റും. ഗീത ക്രമേണ, ഞാൻ വെറുതെ ഒരു ഔട്ട്ലൈൻ കൊടുത്തതേ ഉള്ളൂ, ചിട്ടയോട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഈ ഒരു പദ്ധതിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് വിജയം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹരേ കൃഷ്ണ, നന്ദി, നമസ്കാരം.